ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കൊഞ്ചന് വറുത്തരച്ച കറിയാണ്, അതായത് നമ്മൾ ചെമ്മീൻ വറുത്തരച്ചത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ തേങ്ങ ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ പാനിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് തേങ്ങയാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. പാനിൽ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, ഫസ്റ്റ് തേങ്ങയാട്ട ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി അഥവാ ഇല്ല എങ്കിൽ ഒരു ഉള്ളിൻ്റെ ഒരു 1/4 ഭാഗം വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫെനൽ സീഡ്. ഞാനിപ്പം 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ വറുക്കുന്ന ടൈമിന് ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കണേ, ഹൈ ആക്കി വെക്കരുത്, ലോ തന്നെ ആക്കി വെക്കുക. കാരണം തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്ന ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഈ ഒരു സമയത്ത് തന്നെ ചേർക്കാം, ഫസ്റ്റേ ചേർക്കാണ്ടിരിക്കുക. ഫസ്റ്റേ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കറിവേപ്പില ആകെ ഒരു പൊട്ടുന്ന രീതിയിലായിപ്പോവും. അപ്പോൾ ഈ ഒരു ടൈമിന് തന്നെ ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടാ ചേർത്തത്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം തേങ്ങ ചെറുതായിട്ട് കളർ ഒന്ന് ചേഞ്ചായി വരുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ഈ ഒരു സമയത്തും ഫ്ലെയിം ലോ തന്നെ ആക്കി വെക്കാം. എന്നിട്ട് ഈ പൊടികളും തേങ്ങയെല്ലാം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയെല്ലാം വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഈ ഒരു ലാസ്റ്റ് ടൈമിന് തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തിട്ടുണ്ട്. തേങ്ങ വറുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഓവറായിട്ട് വറുത്താലും കറി ടേസ്റ്റ് ഉണ്ടാവില്ല, തീരെ വറുക്കാണ്ടായി കഴിഞ്ഞാലും കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ വറുക്കാൻ വേണ്ടി നോക്കാം. അത് തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ പാന് ആ ഗ്യാസിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, കാരണം അവിടുന്ന് പിന്നെയും തേങ്ങ കരിഞ്ഞു പോവും ചൂടിൽ കിടന്നിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് അത് മാറ്റി വെക്കാം. അത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തണുത്ത ശേഷം അരച്ചിട്ടെടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം. പിന്നെ അതിലേക്ക് ഒരു ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല വലുപ്പമുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയിട്ടെടുക്കാം. അതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ഇപ്പോൾ കുത്തി എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി നല്ലോണം തന്നെ വാട്ടിയിട്ടെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കൊഞ്ചന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കഴുകി ക്ലീൻ ആക്കി വെച്ച് കൊഞ്ചന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള കൊഞ്ചനാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളി ആട്ടോ എടുത്തിട്ടുള്ള. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ആ കൊഞ്ചനൊന്ന് വെന്ത് വന്നോട്ടെ. അപ്പോൾ കൊഞ്ചനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരവ് ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ വറുത്ത്
മാറ്റി വെച്ച് ആ തേങ്ങയാട്ടോ, അത് അരച്ചിട്ടെടുത്തതാണ്. പിന്നെ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് അത് പൊടിച്ചിട്ടെടുക്കാം. അതിനുശേഷം കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് അരച്ചിട്ടെടുക്കാം. അതാകുമ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടും പെട്ടെന്ന്. അത് ഇതിലേക്ക് തേങ്ങയുടെ അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരവ് നല്ല കട്ടിയിൽ അരച്ചുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം മിക്സിയിൽ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്ന് തിളച്ച് വരട്ടെ, നമുക്കിത് അടച്ചു വെക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ആ തേങ്ങയെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തതിനും കുറച്ച് കുറവായിട്ട് തോന്നിയോണ്ട് ഈ ഒരു ടൈമിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ചേർക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ തന്നെ ചേർക്കാം. കൂടിപ്പോകരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കറിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് വെളിച്ചെണ്ണ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ വറുത്തരച്ച കൊഞ്ചൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.